ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നലെ അതായത് 30/11/2024 തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം ജില്ലയിൽ നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 170/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ സി, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ ഡി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ ശരിയായ അല്ലെ തെറ്റായ അതൊന്ന് നോട്ട് ചെയ്യാണ് ആദ്യം വേണ്ടത്. എന്നപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ് ആൻസർ. ബാക്കിയൊക്കെ തെറ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ്. ഏതാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ? ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാമത്തേത്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് എന്നാണ്. ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭുവാണ് ആൻസർ. രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഓപ്ഷൻ എ, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ് എന്നാണ്. ഓപ്ഷൻ ബി, 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇത് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ടൈം കളയാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവ് ആരെന്ന്. കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ശരിയായ പ്രസ്താവനയാണല്ലേ ചോദിച്ചത്. ഓപ്ഷൻ ഡി, ബീഗം ഹസ്രത്ത് മഹൽ എന്നാണ് ആൻസറായി വരുന്നത്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിലെ നേതാവായിരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണെന്നാണ്. ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനമാണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരെന്നാണ്. ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആണ് ആൻസറായി വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഓപ്ഷൻ എ, ഫെഡറൽ. ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. ഓപ്ഷൻ സി, ഡെമോക്രാറ്റിക്. ഓപ്ഷൻ ഡി, സോഷ്യലിസ്റ്റ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, റിപ്പബ്ലിക് ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ, മൗലികാവകാശങ്ങളിൽ. ബി, നിർദ്ദേശക തത്വങ്ങളിൽ. സി, ആമുഖത്തിൽ. ഡി, മൗലിക കടമകളിൽ. എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളാണ് ആൻസർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബി, മൗലികാവകാശങ്ങൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ സി, മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ഡി, മൗലികാവകാശങ്ങൾ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസർ. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്. ഓപ്ഷൻ എ, ജോലി. ഓപ്ഷൻ ബി, സ്വകാര്യത. ഓപ്ഷൻ സി, സമത്വം. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. ഏതായിരിക്കും? ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസമാണ് ആൻസർ. അനുച്ഛേദം 21A വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഇനി 11ാമത്തത്, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ആരെന്നാണ്. ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. ഓപ്ഷൻ ബി, ഹണ്ടർ കമ്മീഷൻ. ഓപ്ഷൻ സി, സൈമൺ കമ്മീഷൻ. ഓപ്ഷൻ ഡി, കപൂർ കമ്മീഷൻ. ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷനാണ് ആൻസർ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരെന്നാണ്. ഓപ്ഷൻ എ, പഴശ്ശിരാജാവ്. ബി, വേലുത്തമ്പി ദളവ. സി, രാമൻ നമ്പി. ഡി, ബിർസ മുണ്ട. ഓപ്ഷൻ സി ആണ് ആൻസർ. രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെന്നാണ്. ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. ബി, ബ്രഹ്മാനന്ദ ശിവയോഗി. സി, ശ്രീനാരായണ ഗുരു. ഡി, വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികളാണ് ആൻസർ.
ഇനി 14-ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതെന്നാണ്? ഓപ്ഷൻ എ കേരള കൗമുദി, ബി കേരള സഞ്ചാരി, സി മിതവാദി, ഡി കേരള പത്രിക. ഓപ്ഷൻ സി മിതവാദിയാണ് ആൻസർ. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരെന്നാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ബി അയ്യങ്കാളി, സി ബാരിസ്റ്റർ ടി പി പിള്ള, ഡി ആഗമാനന്ദൻ. ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ 16-ാമത്തെ ക്വസ്റ്റ്യനാണ്, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ബി മെക്സിക്കോ, സി ബ്രസീൽ, ഡി സിംഗപ്പൂർ. ഓപ്ഷൻ ഡി സിംഗപ്പൂരാണ് ആൻസർ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂർ. ഇനി 17-ാമത്തത്, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? എ ഓപ്പറേഷൻ അജി, ബി ഓപ്പറേഷൻ അബേ, ഓപ്ഷൻ സി ഓപ്പറേഷൻ അഡൽ, ഡി ഓപ്പറേഷൻ അരുൺ. ഏതാണ് ആൻസർ? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും പൗരന്മാരെ കൊണ്ടുവരാനുള്ള ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ അജിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 18-ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ 9-ാം പഞ്ചവത്സര പദ്ധതി, ബി 8-ാം പഞ്ചവത്സര പദ്ധതി, സി 10-ാം പഞ്ചവത്സര പദ്ധതി, ഡി 11-ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 9-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ എ. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? എ ആസാം, ബി മേഘാലയ, സി സിക്കിം, ഡി അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് ആണ് ആൻസർ. ഇനി 20-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ഒന്നാമത്തത്, സംസ്ഥാന പുനഃസംഘടനാ നിയമം 1986 നിലവിൽ വന്നു. രണ്ടാമത്തത്, MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. മൂന്നാമത്തത്, മലയാളിയായ KM പണിക്കർ അതിൻ്റെ അംഗമായിരുന്നു. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ആൻസറായി വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 21-ാമത്തെ ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ ഒരു കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏതെന്നാണ്? ഓപ്ഷൻ എ കൊച്ചി, ബി മധുര, ഓപ്ഷൻ സി കാണ്ട്ല, ഓപ്ഷൻ ഡി ചെന്നൈ. ഏതാണ്? ഓപ്ഷൻ ബി മധുരയാണ് 21-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബാക്കിയെല്ലാം തുറമുഖങ്ങളാണ്. 22-ാമത്തത്, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്നാണ്? ഒന്നാമത്തെ പ്രസ്താവന വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. രണ്ടാമത്തത്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തത്, ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. നാലാമത്തത്, വിവിധോദ്ദേശ പദ്ധതിയാണെന്നാണ്. അപ്പോൾ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നതിൽ ഏതെല്ലാമാണെന്നാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളതെന്നാണ്. അതായത് സത്ലജ് നദി സ്ഥിതി ചെയ്യുന്നു, വിവിധോദ്ദേശ പദ്ധതിയാണ് എന്നുള്ളതാണ് ബക്രാനങ്കൽ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നതെന്നാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി എറണാകുളം. ഓപ്ഷൻ ബി കൊല്ലമാണ് ആൻസർ. 23-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊല്ലമാണ്. പച്ചത്തുരുത്ത് പദ്ധതി കൊല്ലത്താണ് ആരംഭിച്ചത്. അടുത്തത് 24-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതെന്നാണ്? ഓപ്ഷൻ എ അധ്യാപക പുരസ്കാരം, ബി ധന്വന്തരി പുരസ്കാരം, സി ജീവൻ രക്ഷാ പതക്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ. ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതകാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം. 25-ാമത്തെ ക്വസ്റ്റ്യൻ, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ഗോദാവരി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഗോദാവരിയാണ് ആൻസർ. നിസാം സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ്. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതെന്നാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ബി കൊച്ചി, ഓപ്ഷൻ സി തൂത്തുക്കുടി, ഡി കൃഷ്ണപട്ടണം. ഓപ്ഷൻ സി തൂത്തുക്കുടിയാണ് ആൻസർ. ഇനി 27-ാമത്തത്, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതെന്നാണ്? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ, ബി ഡെക്കാൻ പീഠഭൂമി, സി മാൾവ പീഠഭൂമി, ഡി കച്ച് പീഠഭൂമി. ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമിയാണ് ആൻസർ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്തത് 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ്? ഓപ്ഷൻ എ ബാരാലാച്ചാല ചുരം, ഓപ്ഷൻ ബി നാഥുല ചുരം, ഓപ്ഷൻ സി റോഹ്താങ് ചുരം, ഓപ്ഷൻ ഡി ബനിഹാൽ ചുരം.
ഓപ്ഷൻ എ ബാരാലാച്ചാല ചുരമാണ് ആൻസറായി വരുന്നത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചാല. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ബി 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, ഓപ്ഷൻ സി 84.5 പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ഡി 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശമാണ് ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യൻ, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73/74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നാമത്തത് ത്രിതല പഞ്ചായത്ത് സംവിധാനം, 2 പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത, 3ാമത്തത് ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്, 4ാമത്തത് വാർഷിക തിരഞ്ഞെടുപ്പ് രീതി. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി മുകളിൽ തന്നിരിക്കുന്നതെല്ലാം, ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. 30 ബി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രം എന്നുള്ളതാണ്. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി, ഭരണഘടനാ സാധുത, ഇതാണ് ആൻസറായി വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്നാണ്? ഓപ്ഷൻ എ ഇടമലയാർ, ഓപ്ഷൻ ബി എടക്കൽ ഗുഹ, ഓപ്ഷൻ സി അമ്പുക്കുത്തിമല, ഓപ്ഷൻ ഡി ബേക്കൽ കോട്ട. ഓപ്ഷൻ ബി എടക്കൽ ഗുഹയാണ് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്നാണ്? ഓപ്ഷൻ എ പള്ളിവാസൽ, ബി ശബരിഗിരി, സി ഇടുക്കി, ഡി മുതിരമ്പുഴ. ഓപ്ഷൻ എ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണെന്നാണ്? ഓപ്ഷൻ എ പള്ളിക്കര, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി നിറമൻകര, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. ഓപ്ഷൻ എ പള്ളിക്കരയാണ് ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി ചാന്നാർ ലഹള, സി പൂക്കോട്ടൂർ ലഹള, ഡി വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹമാണ് ആൻസർ. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി തേയില, ഓപ്ഷൻ സി പരിപ്പ്, ഡി പരുത്തി. ഏതിൻ്റെ വ്യവസായത്തിലാണ് കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പിയാണ് ആൻസർ. കാപ്പിയുടെ ഉൽപ്പാദനത്തിലാണ് കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ എ തൃശ്ശൂർ, ബി കൊല്ലം, സി ആലപ്പുഴ, ഡി കണ്ണൂർ. ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ആലപ്പുഴ ജില്ലയാണ് 1859 ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി ആരംഭിച്ചത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണെന്നാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ, ബി ഇന്ത്യയെ കണ്ടെത്തൽ, സി പശ്ചിമോദയം, ഡി സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ എന്ന കൃതിയിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്നത്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ്, ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്, ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ഓപ്ഷൻ ഡി ഏകദേശം 2695 മീറ്റർ ഉയരമുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എറണാകുളം, ഇടുക്കി ജില്ലയിൽ, ഈ 2 ജില്ലകളിലൂടെയാണ് ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ കോതമംഗലം, ഓപ്ഷൻ ബി തലശ്ശേരി, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി അരുവിക്കര. ഓപ്ഷൻ എ കോതമംഗലമാണ് ആൻസർ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. 40ാമത്തെ ക്വസ്റ്റ്യൻ, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണെന്നാണ്? ബ്രസീൽ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഡി ദക്ഷിണാഫ്രിക്ക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിയുടെ വേദി. 2024 എവിടെയായിരുന്നു? 2024 ബ്രസീലായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ G20 ഉച്ചകോടി നടന്നത് 2023. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരെന്നാണ്? ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ, ബി പി രാജീവ്, സി എ കെ ശശീന്ദ്രൻ, ഡി ജി ആർ അനിൽ.
നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കോഡൊക്കെ യൂസ് ചെയ്ത ക്ലാസ്സാണ്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അബ്ദുറഹിമാനാണ് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതെന്നാണ്? എ HDFC, ബി ICICI, സി IDFC, ഡി IDBI. ഇതിലേതാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരെന്നാണ്? ഓപ്ഷൻ എ ദിലീപ്, ബി പൃഥ്വിരാജ്, സി മമ്മൂട്ടി, ഡി മോഹൻലാൽ. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. ഓപ്ഷൻ ബി പൃഥ്വിരാജാണ് ആൻസർ. അതായത് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് 2024 പൃഥ്വിരാജിന് ലഭിച്ചത്. അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് ഇദ്ദേഹം എന്നാണ്? ഓപ്ഷൻ എ ആൻഡേഴ്സൺ പീറ്റേഴ്സ്, ഓപ്ഷൻ ബി ജൂലിയൻ വെബർ, ഓപ്ഷൻ സി അർഷാദ് നദീം, ഓപ്ഷൻ ഡി ജാൻ സെലേസ്നി. പാരീസ് ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയവർക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി അർഷാദ് നദീമാണ് ആൻസർ. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ, ലോക നാട്ടറിവ് ദിനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഓഗസ്റ്റ് 22, ബി ഓഗസ്റ്റ് 24, സി ഓഗസ്റ്റ് 23, ഡി ഓഗസ്റ്റ് 21. ഏതാണ് ലോക നാട്ടറിവ് ദിനം? ഓപ്ഷൻ എ ഓഗസ്റ്റ് 22 ആണ് ലോക നാട്ടറിവ് ദിനം. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ എ റോട്ട വൈറസ്, ബി ഇൻഫ്ലുവൻസ വൈറസുകൾ, സി ഡെങ്കി വൈറസ്, ഡി HIV. ഏത് വൈറസിനെതിരെയാണ് ടാക് 003 വാക്സിൻ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഡെങ്കി വൈറസ്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ റോബർട്ട് ഡൗണി ജൂനിയർ, ബി കില്ലിയൻ മർഫി, ഓപ്ഷൻ സി ഡോം ഹോളണ്ട്, ഓപ്ഷൻ ഡി ജിമ്മി കമ്മൽ. ഓപ്ഷൻ ബി കില്ലിയൻ മർഫിയാണ് ആൻസർ. 48ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണെന്നാണ്? ഓപ്ഷൻ സി മാനന്തവാടിയാണ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു കോഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ മന്ത്രിമാരെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും മണ്ഡലങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സെറ്റാക്കാം. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതെന്നാണ്? ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്, ഓപ്ഷൻ ബി മീശക്കള്ളൻ, സി ഉൽക്കകൾ, ഡി ഉറ്റവർ. ഏതാണ് ഇദ്ദേഹത്തിൻ്റെ കൃതി? ഓപ്ഷൻ എ ആണ് ആൻസർ, അൽഗോരിതങ്ങളുടെ നാടാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായ കൃതി. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരെന്നാണ്? ഓപ്ഷൻ എ ബ്രസീലാണ്, ബി കൊളംബിയ, സി കാനഡ, ഡി അർജന്റീന. ഓപ്ഷൻ ഡി അർജന്റീനയാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതെന്നാണ്? ഓപ്ഷൻ എ ന്യൂറാലിങ്ക്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ സി എൻവിഡിയ, ഓപ്ഷൻ സി ഡി ആപ്പിൾ. ഓപ്ഷൻ എ ന്യൂറാലിങ്ക് ആണ് ആൻസർ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലൽ പൊന്മാനി നൽകിയ പേരെന്താണെന്നാണ്? ഓപ്ഷൻ എ അപ്പു, ഓപ്ഷൻ ബി ചിന്നു, ഓപ്ഷൻ സി നീലു, ഡി പൊന്നു. ഓപ്ഷൻ സി നീലു ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്.
ഒന്നാമത്തത് ഉളിപ്പല്ല്, 2 ചർവണകം, 3 കോമ്പല്ല്, 4 അഗ്രചർവണകം. ഇതിലേതൊക്കെ പല്ലുകളാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ എന്നാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ചർവണകം, അഗ്രചർവണകം 2ഉം 4ഉം. 54-ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതെന്നാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ എ, ബി വിറ്റാമിൻ സി ആണ്. ഓപ്ഷൻ സി വിറ്റാമിൻ ബി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി ആണല്ലേ ആൻസർ. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ട, ബി നെല്ല്, സി പയർ, ഡി തെങ്ങ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ടയാണ് ആൻസർ. 56-ാമത്തെ ക്വസ്റ്റ്യൻ, വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതെന്നാണ്? ഓപ്ഷൻ എ 2007, ബി 2006, സി 2005, ഡി 2008. ഓപ്ഷൻ ബി 2006 ആണ് ആൻസർ. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതെന്നാണ്? ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1986. ഓപ്ഷൻ ബി 1984 ആണ് ആൻസർ. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏത് എന്നാണ്? ഓപ്ഷൻ എ കർണാടക, ബി മഹാരാഷ്ട്ര, സി ഗോവ, ഡി കേരളം. ഓപ്ഷൻ സി ഗോവയാണ് ആൻസർ. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ജപ്പാൻ, ബി ഇന്ത്യ, സി ബംഗ്ലാദേശ്, ഡി സ്വീഡൻ. ഓപ്ഷൻ ഡി സ്വീഡൻ ആണ് ആൻസർ. 60-ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുക്കുന്നവയിൽ ശരിയായവ ഏതെന്നാണ്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. രണ്ടാമത്തത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. മൂന്നാമത്തത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. നാലാമത്തത് തുറന്ന സർക്യൂട്ട് മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണെന്നാണ്. ഇനി 61-ാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണമെന്നാണ്? എ 60 ഡിഗ്രി, ബി 90 ഡിഗ്രി, സി 120 ഡിഗ്രി, ബി 180 ഡിഗ്രി. ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ് ആൻസർ. ഇനി 62-ാമത്തെ ക്വസ്റ്റ്യൻ, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം എന്നാണ്? കാന്തത്തിന് ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ്? ഓപ്ഷൻ ഡി 2, 3 എന്നിവ മാത്രം ശരിയാണെന്നുള്ളതാണ് ആൻസർ. 63-ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്? എ എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുക്കളും ധാതുക്കളല്ല. ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ സി പറയുന്നത് ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. ഡി അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. 64-ാമത്തെ ക്വസ്റ്റ്യൻ, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ്? എ ഇത് തീ പിടിക്കുന്ന വാതകമാണ്. ബി വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ്. സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ്? ഓപ്ഷൻ എ സഹജ, ബി സ്ഥൈര്യ, സി സഹിതം, ഡി സഫലം. ഓപ്ഷൻ എ സഹജയാണ് ആൻസർ. ഇനി 66-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? എ ജെമൈനി, ബി മലയാളി, സി കൈരളി, ഡി DGAI. ഓപ്ഷൻ സി കൈരളിയാണ് ആൻസർ. 67-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതെന്നാണ്?
ഓപ്ഷൻ എ ബെയ്ജിംഗ്, ഓപ്ഷൻ ബി ഹോങ്കോങ്, സി വുഹാൻ, ഡി ഷാങ്ഹോയ്. ഓപ്ഷൻ സി വുഹാൻ ആണ് ആൻസർ. 68ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ പ്രമേഹം, ബി രക്താതിമർദ്ദം, സി പക്ഷാഘാതം, ഡി ടൈഫോയിഡ്. ജീവിതശൈലി രോഗം അല്ലാത്തതാണ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ് ആൻസർ. 69ാമത്തെ ക്വസ്റ്റ്യൻ, സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതെന്നാണ്? എ ആൻജിയോഗ്രാം, ബി റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്, സി മാമോഗ്രാം, ഡി പാപ്പ് സ്മിയർ ടെസ്റ്റ്. ഓപ്ഷൻ സി മാമോഗ്രാം ആണ് ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ജ്യോതിസ് ആണ്, ഓപ്ഷൻ ബി പുലരി, സി ആശ, ഡി ഉഷസ്. ഓപ്ഷൻ എ ജ്യോതിസ് ആണ് ആൻസർ. 71ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? എ പാലക്കാട്, ബി കോഴിക്കോട്, സി മലപ്പുറം, ഡി തൃശ്ശൂർ. ഓപ്ഷൻ സി മലപ്പുറമാണ് ആൻസർ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതെന്നാണ്? എ വിബ്രിയോ, ബി സാൽമൊണല്ല, സി വേരിയോള, ഡി അമീബ. ഓപ്ഷൻ എ വിബ്രിയോ ആണ് ആൻസർ. വിബ്രിയോ കോളറയാണ് കോളറ പരത്തുന്ന രോഗാണു. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതെന്നാണ്? എ ഹൃദ്യം, ബി ശലഭം, സി ആരോഗ്യ കിരണം, ഡി ആർദ്രം. ഓപ്ഷൻ ബി ശലഭമാണ് ആൻസർ. നമ്മുടെ ഈ ചാനലിൽ എല്ലാ ആരോഗ്യക്ഷേമ പദ്ധതികളും അതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതിയെ പറ്റിയൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതെന്നാണ്? ഓപ്ഷൻ എ ആലം, ബി ബ്ലീച്ചിങ് പൗഡർ, സി സോഡിയം ബൈകാർബണേറ്റ്, ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ ആണ് ഇതിൻ്റെ ആൻസറായി വരുന്നത്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതെന്നാണ്? ഓപ്ഷൻ എ ഡൽഹി, ബി ബോംബെ, സി കൽക്കട്ട, ഡി പൂനെ. എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പൂനെയാണ് ആൻസർ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? എ മൻസുഖ് മാണ്ഡവ്യ, ബി ശിവരാജ് സിംഗ് ചൗഹാൻ, സി JP നഡ്ഡ, ഡി പീയൂഷ് ഗോയൽ. ഓപ്ഷൻ സി JP നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. 77ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം, ഓപ്ഷൻ ബി ആരോഗ്യ കേരളം, ഓപ്ഷൻ സി വയോമിത്രം, ഓപ്ഷൻ ഡി നയനമിത്രം. ഓപ്ഷൻ എ അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതി. 78, താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഓപ്ഷൻ എ മുറിവുകളിൽ കൂടി, ഓപ്ഷൻ ബി രോഗിയുമായി മുഖാമുഖം വരുന്നതിൽ കൂടി, സി വായുവിൽ കൂടി, ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. 79ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ NHS, ഓപ്ഷൻ ബി MAL, ഓപ്ഷൻ സി ANWJ, ഡി NHSBT. ഓപ്ഷൻ ബി MAL ആണ് ആൻസർ. 80ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1 നിപ്പ, 2 പോളിയോ, 3 എംപോക്സ്, 4ാമത്തേത് ക്ഷയം. ഇതിൽ ഏതാണ് ആൻസർ എന്നാണ്? ഓപ്ഷൻ എ 1, 3 എന്നിവയാണ് ആൻസറായി വരുന്നത്. അതായത് നിപ്പയും എംപോക്സും ആണ് ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ, 76, 54, 32, 5 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണെന്നാണ്? എ ഓപ്ഷൻ എ 0, ബി 3, സി 8, ഓപ്ഷൻ ഡി 7. ഓപ്ഷൻ സി 8 ആണ് ആൻസർ. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ്? ഓപ്ഷൻ എ 31 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 3.1 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 12 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 4.3 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി 4.3 സെന്റിമീറ്റർ ആണ് ആൻസർ. 83ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതെന്നാണ്?
ഓപ്ഷൻ എ 11/12, ബി 3/8, സി 13/24, ഡി 11/24. ഓപ്ഷൻ എ 11/24 ആണ് ആൻസർ. ഇനി 84-ാമത്തെ ക്വസ്റ്റ്യൻ 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75. ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടാന്നാണ്. ഓപ്ഷൻ ബി 0.5 ആണ് ആൻസർ. 85-ാമത്തെ ക്വസ്റ്റ്യൻ തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510, നടുവിലത്തെ സംഖ്യ എത്ര എന്നാണ്. ഓപ്ഷൻ ഡി 105 ആണ് ആൻസറായി വരുന്നത്. ഇനി 86-ാമത്തെ ക്വസ്റ്റ്യൻ 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 9:10. അടുത്ത ക്വസ്റ്റ്യൻ 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്രയാണെന്നാണ്. 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 140 ആണ്. 88-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1150. 89-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി -144 ആണ്. 90-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 എന്നുള്ളതാണ്, 18 സെക്കൻഡ്. അടുത്ത 91-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 216 ആണ് ആൻസർ. 92-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 21. അതുപോലെ 93-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 863. 94-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 95-ാമത്തെ ഓപ്ഷൻ ഡി. അതുപോലെ 96-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. 98-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 900 സെക്കൻഡ് എന്നുള്ളതാണ്. 99-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്, 32. ഇനി 100-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്, 1. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ GK പാർട്ട് ഒരു LGSൻ്റെ അതേ നിലവാരം തന്നെയാണ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേങ്കിൽ മാത്സ് കുറച്ചുകൂടി ഒരു നിലവാരം ഉയർത്തിയാണ് ചോദിച്ചെന്ന് തോന്നുന്നു. എന്തായാലും എക്സാം എഴുതി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.